ലോകകപ്പ് ഫുട്ബോളിലെ പല വമ്പൻ പോരാട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കളിക്കളത്തിന് പുറത്തെ രാഷ്ട്രീയവും അതിർത്തിയിലെ യുദ്ധവും മൈതാനത്തെ തീപ്പൊരികളും ഒത്തുചേരുന്ന ഒരു മത്സരമുണ്ട്. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം. ഇന്ന് അവർ വീണ്ടും ഒരു ലോകകപ്പ് വേദിയിൽ നേർക്കുനേർ വരുമ്പോൾ ഫുട്ബോൾ ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീക്ഷ്ണമായ ആ കുടിപ്പകയുടെ കഥ, അതാണ് ഇന്ന് പറയുന്നത്. നമുക്ക് 1966 പോകാം. ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയം. അർജന്റീന ക്യാപ്റ്റൻ ആന്റോണിയോ റാറ്റിന്റെ ആ പുറത്താക്കൽ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ ഒന്നാണ്. കളിക്കിടെ റഫറിയോട് സംസാരിക്കാൻ റാറ്റിൻ ശ്രമിച്ചു. എന്നാൽ ജർമ്മൻ റഫറിയായ ക്രീറ്റലിന് സ്പാനിഷ് അറിയില്ലായിരുന്നു. റാറ്റിന് ജർമ്മനോ ഇംഗ്ലീഷോ അറിയില്ലായിരുന്നു. തന്റെ ആംഗ്യങ്ങളും നോട്ടവും റഫറിയെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് തെറ്റിദ്ധരിച്ച് റഫറി റാറ്റിന് ചുവപ്പ് കാർഡ് നൽകി. നോട്ടം ശരിയായില്ല എന്ന വിചിത്രമായ കാരണം. പ്രകോപിതനായ റാറ്റിൻ കളം വിടാൻ കൂട്ടാക്കാതെ ഇംഗ്ലീഷ് രാജ്ഞിയുടെ ചുവപ്പ് പരവതാനിയിൽ ഇരിക്കുകയും പിന്നീട് ഇംഗ്ലീഷ് പതാകയിൽ തൊട്ട് തന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. മത്സരം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് കോച്ച് അർജന്റീനക്കാരെ മൃഗങ്ങൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അങ്ങനെ ആ പകയുടെ ആദ്യവിത്ത് പാകപ്പെട്ടു. എന്നാൽ ഈ പക ഒരു വലിയ അഗ്നിപർവ്വതമായി മാറിയത് 1986 1982 ഫോക്ലാൻഡ് ദ്വീപുകളെ ചൊല്ലി ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടു. ആ യുദ്ധത്തില് അർജന്റീനയ്ക്ക് ഒരുപാട് ജീവനുകൾ നഷ്ടമായി. ആ മുറിവുമായിട്ടാണ് മെക്സിക്കോയിലെ ലോകകപ്പ് ക്വാർട്ടറിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടുന്നത്. കളിക്കളത്തിലല്ല, യുദ്ധഭൂമിയിലാണ് തങ്ങൾ നിൽക്കുന്നതെന്നാണ് അർജന്റീന വിചാരിച്ചത്. അവിടെയാണ് ഡീഗോ മറഡോണ എന്ന ദൈവം അവതരിക്കുന്നത്. ആ മത്സരത്തിൽ മറഡോണ 2 ചരിത്ര ഗോളുകൾ നേടി. ആദ്യത്തേത് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനെ വായുവിൽ മറികടന്ന് കൈകൊണ്ട് തട്ടി വലയിലാക്കിയ ദൈവത്തിന്റെ കൈഗോൾ, ഹാൻഡ് ഓഫ് ഗോഡ്. രണ്ടാമത്തേത് മധ്യനിരയിൽ നിന്ന് പന്തുമായി കുതിച്ച് 5 ഇംഗ്ലീഷ് കളിക്കാരെയും ഗോൾ കീപ്പറെയും കാറ്റിന്റെ വേഗതയിൽ കബളിപ്പിച്ച് നേടിയ നൂറ്റാണ്ടിന്റെ ഗോൾ. ആ 2 ഗോളുകളിലൂടെ അർജന്റീന ഇംഗ്ലണ്ടിനെ തകർത്തു. അത് കേവലം ഒരു ജയമായിരുന്നില്ല, നഷ്ടപ്പെട്ട അഭിമാനത്തിന്റെ വീണ്ടെടുപ്പായിരുന്നു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. 1998 ലോകകപ്പിൽ അർജന്റീനയുടെ ഡീഗോ സിമിയോണിയെ തട്ടി വീഴ്ത്തിയതിന് ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം ഡേവിഡ് ബെക്കാമിന് ചുവപ്പ് കാർഡ് ലഭിച്ചു. ആ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന വീണ്ടും ജയിച്ചു കയറി. ആ ചുവപ്പ് കാർഡിന്റെ പേരിൽ ബെക്കാമിനെ സ്വന്തം നാട്ടുകാർ പോലും ക്രൂശിച്ചു. പക്ഷേ ആ വിധിക്ക് മറ്റൊരു കാവ്യനീതി ഉണ്ടായിരുന്നു. 2002 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ വീണ്ടും ഇവർ ഏറ്റുമുട്ടി. അന്ന് ലഭിച്ച പെനാൽറ്റി കൃത്യമായി വലയിലെത്തിച്ച് ബെക്കാം ഇംഗ്ലണ്ടിന് 1-0 വിജയം സമ്മാനിച്ചു. ആ തോൽവിയോടെ അർജന്റീന ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. അങ്ങനെ പകരം വീട്ടലിന്റെ കണക്കുകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ലോകകപ്പിന്റെ ചരിത്രത്താളുകളിൽ ഇതുവരെ 5 തവണയാണ് ഇവർ ഏറ്റുമുട്ടിയത്. അതിൽ 3 തവണ ഇംഗ്ലണ്ടും 2 തവണ അർജന്റീനയും വിജയം നേടി. ഇന്ന് നീണ്ട വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ലോകകപ്പ് വേദിയിൽ ഒരു സെമിഫൈനൽ പോരാട്ടത്തിനായി ഇവർ നേർക്കുനേർ വരികയാണ്. ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്തായാലും അർജന്റീന ജയിച്ചു കാണാൻ അതിതീവ്രമായി ഞാൻ ആഗ്രഹിക്കുന്നു.